ആ ഗുരുവായൂരപ്പ സ്വാമിയേ ശരണമയ്യപ്പ. നാളെ ഇപ്പോൾ വൃശ്ചികം 1. അയ്യപ്പന്മാർ കന്യയ്യപ്പനും അതായത് വലിയ അയ്യപ്പന്മാരും ഒക്കെ നാളെ മുതൽ ശബരിമല ദർശനം ലക്ഷ്യമാക്കി പോവുകയാണല്ലോ. അപ്പോൾ ഞാൻ ഏകദേശം കുറച്ച് തൊഴേണ്ടതായ പ്രത്യേക ക്ഷേത്രങ്ങളും അവിടുത്തെ സമയവും, അതായത് രാവിലെ പുലർക്കാലത്തും അതേപോലെ വൈകിട്ടുമൊക്കെ നമുക്ക് തൊഴാൻ പറ്റുന്ന സമയങ്ങളെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അത് കേൾക്കൂ. പ്രധാന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒന്ന് കാടാമ്പുഴ ഭഗവതി ദുർഗാക്ഷേത്രമാണ്. അവിടെ അവിടെ നിന്ന് മുതലാണ് ഞാൻ പറയുന്നത്. രാവിലെ 5 മണി തൊട്ടിട്ട് 11 മണി വരെ ഉണ്ട്. അതിനുശേഷം വൈകിട്ട് 3:30 മുതൽ 7 മണി വരെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം അറിയാലോ, രാവിലെ 3 മണിക്ക് തുറക്കും. വൈകിട്ട് അതായത് തുറക്കുന്നത് 2:30 വരെ ഉണ്ടാവും. ഏകദേശം 2:30 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2:45 വരെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്, എന്നാലും 2:30 വരെ പ്രതീക്ഷിക്കാം. പിന്നെ വൈകിട്ട് വരുന്നത് 3:30 തുറക്കും, 9 മണി വരെ ദർശന സമയം ഉണ്ടാവും. പിന്നെ ദിവസവും അന്നദാനം ഉണ്ട് അവിടെ. അതുപോലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. രാവിലെ 4:30 തുറക്കും, എന്നിട്ട് 12 മണി വരെ. പിന്നെ വൈകിട്ട് 4:30 തുറന്ന രാത്രി 8:30 വരെ. അതുപോലെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറക്കും, ഉച്ചയ്ക്ക് 12 മണി വരെ ഉണ്ടാവും. അതിനുശേഷം വൈകിട്ട് 4:30 തുറക്കും, വൈകിട്ട് രാത്രി 8 മണി വരെ. 8 മണി എന്ന് പറഞ്ഞാൽ 8:50 വരെയൊക്കെ ആവാറുണ്ട്. അതുപോലെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം രാവിലെ 3:30 തുറക്കും, 12 മണി വരെ. പിന്നീട് വൈകിട്ട് 4 മണിക്ക് തുറന്ന രാത്രി 8 മണി വരെ. അതേപോലെ കീഴ്ക്കാവിലെ ഗുരുതി രാത്രി 8:30 തുടങ്ങുക. പിന്നെ വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. രാവിലെ 4 മണിക്ക് തുറക്കും, 12 മണി വരെ ഉച്ചയ്ക്ക്. വൈകിട്ട് 5 മണിക്ക് തുറന്ന രാത്രി 8 മണി വരെ. ദിവസവും അന്നദാനം ലഭിക്കുന്ന സ്ഥലമാണ്. അതുപോലെ കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം രാവിലെ 4 AM തുറന്ന 12 PM വരെ. വൈകിട്ട് 5 PM തുറന്ന 8 PM വരെ. പിന്നെ മള്ളിയൂർ ഗണപതി ക്ഷേത്രം രാവിലെ 4:30 തുറന്ന 12:30 വരെ. വൈകിട്ട് 4:30 തുറന്ന 8 മണി വരെ. അതുപോലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറക്കും, 12 മണി വരെ. വൈകിട്ട് 5 മണിക്ക് തുറക്കും, 8 മണി വരെ. പിന്നെ കിടങ്ങൂർ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. രാവിലെ 5 മണിക്ക് തുറക്കും, 11:30 വരെ. വൈകിട്ട് 5 മണിക്ക് തുറന്ന 8 മണി വരെ. പിന്നെ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറക്കും, 12 മണി വരെ. വൈകിട്ട് 4 മണിക്ക് തുറക്കും, 8 മണി വരെ. പിന്നെ എരുമേലിയിലെ ക്ഷേത്രമാണ്. അവരുടെ പള്ളിയല്ല കേട്ടോ, ശാസ്താക്ഷേത്രമാണ്. രാവിലെ 4 മണിക്ക് തുറക്കും, 12 മണി വരെ. വൈകിട്ട് 4 മണിക്ക് തുറന്ന 8 മണി വരെ. പിന്നെ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറക്കും, 12 മണി വരെ. വൈകിട്ട് 4 മണിക്ക് തുറന്ന 8 മണി വരെ. പിന്നെ പമ്പ ഗണപതി ക്ഷേത്രം രാവിലെ 3 മണിക്ക് തുറക്കും, ഉച്ചയ്ക്ക് 1 മണി വരെ. പിന്നെ വൈകിട്ട് 4 മണിക്ക് തുറന്ന 11 മണി വരെ രാത്രി. പിന്നെ സന്നിധാനത്ത് നെയ്യഭിഷേകം തുടങ്ങുന്നത് 3:20 തുടങ്ങും. രാവിലെ പുലർച്ചെ 3:20 തുടങ്ങി 11 മണി വരെ ഉണ്ടാവും കേട്ടോ നെയ്യഭിഷേകം. പിന്നെ രാത്രി 10:50 ഹരിവരാസനം പാടിയിട്ട് നട അടയ്ക്കുന്നത്. പിന്നെ നിലയ്ക്കൽ പമ്പ KSRTC നിരക്കാണ് ഒന്ന് പറയാനുള്ളത്. അത് ഓർഡിനറിക്ക് 40 രൂപയാണ്. AC ലോ ഫ്ലോറിന് 90 രൂപ, ഇലക്ട്രിക്കിന് 100 രൂപ കേട്ടോ. വെർച്വൽ വെരിഫിക്കേഷൻ പമ്പയിലെ നടപ്പന്തലിൽ ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ മിനറൽ വാട്ടർ ബോട്ടിലുകളൊന്നും കിട്ടില്ല. ചുക്കുവെള്ള കൗണ്ടറുകൾ ധാരാളമുണ്ട്, അതുകൊണ്ട് ഒരു കുപ്പി കരുതുക. അപ്പോൾ അത് നമുക്ക് എവിടുന്ന് വെച്ചാൽ ചുക്കുവെള്ളം വാങ്ങി കുടിക്കാവുന്നതാണ്. അതുപോലെ മെഡിക്കൽ സെൻ്ററുകൾ 24 മണിക്കൂറും സജ്ജമാണ്. ഉരക്കുഴി തീർത്ഥത്തിലേക്ക് പ്രവേശനം വന്യമൃഗ ശല്യം കാരണം 4 മണി വരെ, രാത്രി 4 മണി വരെ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പമ്പയിലുമൊക്കെ സൗജന്യ അന്നദാനങ്ങളുണ്ട്.
സന്നിധാനത്ത് മാളികപ്പുറം ക്ഷേത്രത്തിന് പിറകിലായിട്ട് വലിയ അന്നദാന മണ്ഡപമുണ്ട്. അവിടെ വെക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യമായ കാര്യങ്ങൾ, അയ്യപ്പന്മാർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ. ഉരുക്കുഴിയിൽ വൈകുന്നേരം 4 മണി വരെ കേട്ടോ, അത് മറക്കണ്ട. ഇനിയിപ്പോൾ കൂടുതൽ ആളുകളും അതേപോലെ ഭക്തരൊക്കെ എത്തുന്ന മുറയ്ക്ക് അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും. പിന്നെ കാലാവസ്ഥ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. 1-ാം തീയതി മുതലൊക്കെ ഇനിയിപ്പോൾ മഴകൾ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാ അയ്യപ്പ ഭക്തർക്കും ഈ കാര്യം കൊണ്ട് ഒരു ഗുണമാവട്ടെ. അറിയാത്തവർക്കൊക്കെ അറിയാത്തവരിലേക്ക് ഇത് എത്തിക്കുക. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻറ്റുകളൊക്കെ അയയ്ക്കുക, ലൈക്ക് ചെയ്യുക. കമൻറ്റുകൾക്കൊക്കെ മറുപടി ഉണ്ടായിരിക്കുന്നതാവും. ഹരേ കൃഷ്ണ. സ്വാമി ശരണമയ്യപ്പ. അതുപോലെ തിരിച്ചു വരുമ്പോൾ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് പോവാം. അതുപോലെ അമ്പലപ്പുഴ, അതേപോലെ ഹരിപ്പാട്, ചക്കുളത്തുകാവ്, മണ്ണാറശാല, അങ്ങനെയൊക്കെയുള്ള ധാരാളം ക്ഷേത്രങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ കിട്ടും. അപ്പോൾ അതൊക്കെ ദർശിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ ദർശനമൊക്കെ കിട്ടട്ടെ. ഹരേ